മലയാളത്തിൻ്റെ കഥകളാണ്. മലയാളത്തിൽ മാത്രം കാണാനാകുന്ന കഥകളാണ്. നമുക്ക് ചുറ്റും കാണുന്ന കഥാപാത്രങ്ങളാണ്. അവരിൽ പലരും മൺമറഞ്ഞു പോയതിനെക്കുറിച്ച് സത്യനന്ദിക്കാട് മുൻപ് വിഷമത്തോടെ ഓർമ്മിക്കുന്ന കണ്ടിരുന്നു. സത്യനന്ദിക്കാട്ടിലെ സിനിമകളിലെ ഓരോരുത്തരായി വിട പറഞ്ഞു. പകരം വയ്ക്കാനില്ലാത്ത താരങ്ങളാണ് മടങ്ങിപ്പോയത്. അതിലേറ്റവും ഒടുവിൽ ഇപ്പോൾ ശ്രീനിവാസിൻ്റെ പേരും വരികയാണ്. ശ്രീനിവാസൻ കുറച്ചു കാലമായി അസുഖബാധിതനായിരുന്നു. സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളപ്പോഴും അദ്ദേഹം ആളുകളോട് ചിരിച്ച് ഇടപഴകുന്നത് നമുക്ക് കാണാമായിരുന്നു. കാണുന്നവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന അല്ലെങ്കിൽ വിഷമം തോന്നുന്ന രൂപത്തിലാണെങ്കിലും അദ്ദേഹം ഊർജത്തോടു കൂടി നിലനിൽക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു അവസാന കാലം വരെ. സന്ദേശം എന്ന സിനിമ അരാഷ്ട്രീയമെന്ന് പലപ്പോഴും വിമർശനങ്ങളൊക്കെ ഉയരുമ്പോഴും അതിന് വലിയ പ്രസക്തിയുണ്ട്. ആ കഥ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അതിലെ ചില കാര്യങ്ങളോടൊക്കെ രാഷ്ട്രീയക്കാർക്ക് വിയോജിപ്പുണ്ടാകാമെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോഴും പ്രസക്തമാണ്. അതിലെ കഥാപാത്രങ്ങൾ, അത്തരം കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും ശ്രീനിവാസിൻ്റെ സിനിമയിലെ ഡയലോഗുകൾ തിരഞ്ഞെടുപ്പാനന്തരം പറയുന്നത് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷവും നമ്മളത് കേട്ടു. ഇടതുപക്ഷത്തെയാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രസകരമായ കമൻറ്റുകളിലൂടെ അല്ലെങ്കിൽ സിനിമാ ഡയലോഗുകളിലൂടെ വിമർശിച്ചിട്ടുള്ളതെങ്കിലും ഇടതുപക്ഷത്തെ നേതാക്കളുമായിട്ടാണ് അദ്ദേഹത്തിന് നല്ല അടുപ്പവും ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൈരളി ചാനലിന് വേണ്ടി ശ്രീനിവാസൻ മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. രസകരമായ ഇൻ്റർവ്യൂ ആയിരുന്നു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, പാർട്ടി സെക്രട്ടറി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരുമായും അടുപ്പമൊക്കെ ഉണ്ടായിരുന്ന ശ്രീനിവാസൻ സിനിമാ ലോകത്ത് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ തന്നെ അക്കാലത്ത് ശ്രീനിവാസനുമായുള്ള ഒരു കാലം ആ കാലത്തിൻ്റെ ഭാഗമാണ്. അതിൽ മമ്മൂട്ടിയുമായിട്ടാണ് ശ്രീനിവാസന് ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. മമ്മൂട്ടിയെ വിമർശിക്കാൻ അങ്ങനെ പൊതുവെ ആരും തയ്യാറാകാത്ത കാലത്തും ശ്രീനിവാസന് നേരിട്ട് സംസാരിക്കാനും അങ്ങനെ വിമർശിക്കാനും ഒക്കെയുള്ള ഒരു അധികാരമുണ്ടായിരുന്നു. അങ്ങനെയൊരു ബന്ധമാണ് അവർക്കിടയിൽ നിന്ന് കേട്ടിട്ടുണ്ട്.